പണ്ടത്തെ കല്യാണ വീടുകളിലൊക്കെ പ്രധാന താരമായിരുന്നു നമ്മുടെ കരിമീൻ ഫിഷ് മോളി, കൂടെ അപ്പവും. അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടില്ലാത്തവർ ഉണ്ടാവില്ല. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ. പക്ഷെ ഇപ്പോഴെങ്ങും അങ്ങനെ അധികം ഈ ഒരു ഫുഡ് ഉണ്ടാവാറില്ല. ഇപ്പോൾ എല്ലായിടത്തും ബിരിയാണിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പഴയ ടേസ്റ്റിൽ നല്ല അടിപൊളി കരിമീൻ ഫിഷ് മോളി എങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ കരിമീൻ ഇവിടെ ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു 4 കറുവപ്പട്ട ചെറിയ കഷ്ണം, അതുപോലെ ഒരു 4-5 ഗ്രാമ്പൂ, ഒരു 4-5 ഏലക്ക, കുറച്ച് ജീരകം, പിന്നെ കുരുമുളക് ആവശ്യത്തിന്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരു 3-4 മതിയാവും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി, ഒരു സവാള, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് കാഷ്യൂനട്ട്, ഇത്ര എടുത്തിട്ടുണ്ട്. കരിമീൻ എങ്ങനെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഇതിനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണേ. ഫിഷ് മോളിയല്ല, അപ്പോൾ എന്തായാലും നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കും. അപ്പോൾ അതിനാവശ്യത്തിന് നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കരിമീൻ ഒന്ന് മസാല പുരട്ടി വയ്ക്കാൻ പോവുകയാണ്. ഇത് മസാല എന്ന് വെച്ചാൽ ഒരു 3 കൂട്ടേ ഉള്ളൂ. അതായത് കുരുമുളക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കരിമീനിൽ തേച്ച് പിടിപ്പിക്കാം. ഇതൊരു അരമണിക്കൂർ നമുക്കിങ്ങനെ പുരട്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ കരിമീനിൽ നല്ലതായിട്ട് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് കരിമീനിലേക്ക് ഇറങ്ങിക്കോളും. നമ്മൾ മുളക് പൊടി ഒന്നും നമ്മുടെ കരിമീൻ ഫിഷ് മോളിൽ യൂസ് ചെയ്യില്ല കേട്ടോ. ആക്ച്വലി അതിനൊരു വെള്ള കളറല്ലേ, അപ്പോൾ നമ്മൾ മുളക് പൊടി ഒന്നും ഉപയോഗിക്കില്ല. പിന്നെ നമ്മൾ ഫിഷ് അല്ലേ, അതുകൊണ്ട് നമ്മളൊരു അല്പം മഞ്ഞൾപ്പൊടി എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിഷിലൊക്കെ നമ്മുടെ കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ചെറിയ തോതിലൊന്ന് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, തിരിച്ചും മറിച്ചും ഒന്നിട്ടിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന സവാളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ മൺചട്ടി വെക്കാം. മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു ഡിഷ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൺചട്ടിയിൽ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി കാഷ്യൂനട്ട്സ് ഒന്ന് ചെറിയതായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. നമ്മുടെ കാഷ്യൂനട്ട്സ് ഒന്ന് കളറ് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ, ജീരകം ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം. ഒരു 4-5 എണ്ണം ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴഞ്ഞു വരട്ടെ. ഇനി നമ്മളതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ഉള്ളി എന്തായാലും അവോയ്ഡ് ചെയ്യരുത്. ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമ്മൾ അതിലേക്ക് രണ്ടാം പാല് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കശുവണ്ടി വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മളൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ അതിലേക്കിപ്പോൾ ചേർക്കുകയാണ്. അപ്പോൾ ഈ ഒരു കശുവണ്ടി അരച്ച് കുതിർത്തത് നമ്മുടെ കരിമീൻ ഫിഷ് മോളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യരുത്. അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ കറി കുറുകി കിട്ടാനും അതുപോലെ നല്ല രുചി ഉണ്ടാവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ചില സ്ഥലത്ത് മൈദയൊക്കെ കുറുക്കി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് കറി ഒന്ന് കുറുകിയിരിക്കുന്നല്ലാതെ രുചി ഉണ്ടാവില്ല. അപ്പോൾ രുചിയല്ലേ നമുക്ക് പ്രധാനം. അപ്പോൾ എന്തായാലും ഇതുപോലെ കാഷ്യൂ നട്ട്സ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൊറുക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2-3 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു, മൂടി വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കരിമീൻ, ചെറുതായിട്ട് ഫ്രൈ ചെയ്ത കരിമീൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കരിമീൻ ചേർത്ത് തിളപ്പിച്ചിട്ട് ഈ ചാറൊന്ന് കുറുകി വരണം. നമുക്കൊന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പണ്ടൊക്കെ ക്രിസ്ത്യൻ പരിപാടികൾ, ഇപ്പോൾ എൻഗേജ്മെൻറ്റോ ബാപ്റ്റിസോ അങ്ങനെയൊക്കെ മിക്കവാറും എല്ലാ ഒരു ഫംഗ്ഷനൊക്കെ ഇങ്ങനത്തെ ഒരു ഫുഡാണ് വെച്ചിരുന്നത്. പല പല പ്ലേറ്റുകൾ മാറി മാറി ഇങ്ങനെ ഫുഡൊക്കെ മാറ്റി മാറ്റി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു മണവും ആ ഒരു രുചിയൊക്കെ ഫീൽ ചെയ്യും. അപ്പം നമുക്കിനി ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ അതൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ തലപ്പാൽ, അതായത് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാകം മതി. ഇനി നമ്മുടെ കശുവണ്ടിയുടെ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകിയിട്ട് വരും. കണ്ടോ, ചാറ് ഈ ഒരു പാകമായിട്ടുണ്ടാവും.
അപ്പോൾ കരിമീനും ഫിഷ് മോളി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളമ്പിയാൽ മതി. അപ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കുറേ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ കരിമീൻ ഫിഷ് മോളി അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. വേറെ വീഡിയോ കാണാം.